ഞാൻ ചിന്തു നിസാർ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ലോട്ടസ് ബിസ്കഫിൻ്റെ ബട്ടർ സ്പഞ്ച് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം അതൊന്ന് ബീറ്റ് ചെയ്തു. ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വയ്ക്കാം. 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. കുറച്ച് ചൂടുള്ള പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിലോട്ട് മാറ്റാം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് മാറ്റാം. വെറ്റ് ചെയ്യാനുള്ള മിൽക്ക് റെഡിയാക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. ഇത് നന്നായി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കേക്കിലോട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വയ്ക്കാം. അടുത്തത് ഡമ്മി ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ടെൻഷനിലാണോ? ഇല്ലല്ലോ, ഫ്രീ അല്ലേ? കൂൾ ഡമ്മി കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു സ്നോമാനെ ക്രിസ്മസ് തീമിലോട്ട്. ക്രിസ്മസ് തീം കേക്ക്. സ്നോമാനാണ് ചെയ്യാൻ പോണേ. ഓ, അപ്പൊ ഇതിപ്പോ നമ്മുടെ വിപ്പിംഗ് ക്രീം തന്നെ വരും. സ്നോമാനെ നമ്മൾ മുകളിൽ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ക്രിസ്മസിന്റെ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫ്ലേവർ ലോട്ടസ് ബിസ്കഫ് ബട്ടർ സ്പഞ്ചിൽ അതാണ് കേക്കിന്റെ ഫ്ലേവർ. ഇത് എന്തായാലും കട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഇല്ല, അതോടാണ് ഞാൻ വേഗം ലോട്ടസ് ബിസ്കഫ് വേറെ തിരക്കി. ഇതിന്റെ ഒരു ലുക്കിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളെങ്ങനെ ഞെട്ടിക്കാന്ന് കുഴപ്പമില്ല, കറിയാം. അടുത്തത് നമ്മളുടെ കേക്കിനുള്ള ഫോണ്ടന്റ് വർക്ക് റെഡിയാക്കണം. നമ്മളുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അത് ഐസിങ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് ലോട്ടസ് ബിസ്കഫ് ആഡ് ചെയ്യാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചിട്ട് അടുത്തത് ചെയ്യാം. സ്നോമാൻ. ക്രിസ്മസ് തീമാണ് ശരിക്കും പറഞ്ഞാൽ. സ്നോമാൻ വെരി ഗുഡ്.
എത്ര നേരത്തെ ഹാർഡ് വർക്ക് ആണ്. ഇവരെല്ലാവരും ഏതാണ്ട് ഒരു 3 hours ആണ് എടുത്തത്. 3 മണിക്കൂർ കൊണ്ട് ഈ മാജിക് എല്ലാം സംഭവിച്ചിട്ട്. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ? ഫൈനലിൻ്റെ സ്നോമാൻ്റെ ക്രിസ്മസ് തീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാമിന് പ്രസൻറ്റ് ചെയ്യാം.